സണ്ണി ജോസഫിനെ KPCC പ്രസിഡന്റാക്കി അതൃപ്തി ഉണ്ടാകും പല ഭാഗത്ത്. അതാണല്ലോ കോൺഗ്രസ്. ഒരാൾക്കും സ്വസ്ഥമായിട്ട് ഭരിച്ചു പോകാൻ അനുവദിക്കത്തില്ല. പക്ഷേ ചില വമ്പന്മാർ പുറത്ത് നിൽക്കുകയാണ്. ഈ പദവിയിലേക്ക് വരാൻ തക്കവണ്ണം യോഗ്യതയുള്ളവർ തന്നെയാണ്. അതിലൊരു പ്രധാനിയെ ഞാൻ കാണുന്നത്, ഒരുപക്ഷെ രാജേന്ദ്രന് തന്നെ കൂടുതൽ അറിയാവുന്ന ആളാണത്, കോട്ടയത്തുകാരൻ അല്ലേ, തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. തിരുവഞ്ചൂരാണ് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ഈ ഒരു സ്ഥാനത്ത് വന്നിരുന്നെങ്കിൽ പാർട്ടിയെ നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിയുമായിരുന്നു. ശരിയാണ്, കോംപ്രമൈസ് ഉള്ള ആളല്ല, കോംപ്രമൈസ് അല്ല, കഴിവ് തെളിയിച്ച ആളുമാണ് അദ്ദേഹം. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറഞ്ഞാൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന സമയത്താണ് പാർട്ടി ഗ്രാമങ്ങളുമൊക്കെ വെച്ചിട്ട് ഈ തീവ്രവാദികളെക്കാൾ കഠിനമായിട്ട് ക്രൂരകൃത്യങ്ങൾ ചെയ്തിട്ട് പാർട്ടി ഗ്രാമങ്ങളും അവിടുത്തെ മാസ് ബേസ് ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങളെ പുണ്യകർമ്മങ്ങളാക്കി മാറ്റുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ അവർ വടകരയിൽ നടത്തിയ ക്രൂരമായ കൊലപാതകമുണ്ടല്ലോ, TP ചന്ദ്രശേഖരനെ 52 വെട്ടുവെട്ടി കൊന്ന ആ ക്രൂരകൃത്യം, ആ സമയത്ത് ആ കേസ് നടക്കുമ്പോൾ, ആ സംഭവം നടക്കുമ്പോൾ, ആ ക്രിമിനൽ കൃത്യം നടക്കുമ്പോൾ അദ്ദേഹം ആഭ്യന്തരമന്ത്രിയായിരുന്നു. അദ്ദേഹം എടുത്ത നിലപാട്, അദ്ദേഹത്തിൻ്റെ ധീരമായ നിലപാട് ഒക്കെ നമുക്കറിയാവുന്നതാണ്. പാർട്ടി പിണറായി വിജയൻ്റെ ആഭിമുഖ്യത്തിൽ വളരെ ശക്തമായിട്ടുള്ള പ്രതിഷേധം അവരുടെ പാർട്ടിയിൽപ്പെട്ട കൊമ്പന്മാരെ അറസ്റ്റ് ചെയ്തപ്പോൾ അവരുടെ ജില്ലാ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ ഇതിൽ പ്രതികളാണെന്ന് വന്നപ്പോൾ സ്വീകരിച്ചു, അവരെ ജയിലിൽ കൊണ്ടിട്ടു, ചോദ്യം ചെയ്തു. കേരളത്തിലുടനീളം തിരുവനന്തപുരത്തും വന്ന് പിണറായി വിജയൻ പ്രസംഗിച്ചു, ശക്തമായ ഭാഷയിൽ താക്കീത് നടത്തി. അതുപോലെ തന്നെ വമ്പിച്ച പ്രക്ഷോഭത്തിന്, ഇവരെയൊക്കെ അറസ്റ്റ് ചെയ്യുന്നതിനെതിരെ വമ്പിച്ച പ്രക്ഷോഭത്തിന് അവർ ഒരുങ്ങി. അപ്പോൾ ശക്തനായിട്ടുള്ള ഒരു ആഭ്യന്തരമന്ത്രി അല്ലെങ്കിൽ യഥാർത്ഥ പ്രതികൾ, ഗൂഢാലോചന നടത്തിയവർ ഇനിയും വന്നിട്ടില്ല എങ്കിലും യഥാർത്ഥ പ്രതികളെ പിടികൂടാൻ പറ്റുമായിരുന്നില്ല. സമ്മർദ്ദങ്ങളെ, പാർട്ടിയുടെ സമ്മർദ്ദം എന്ന് പറഞ്ഞാൽ ചില്ലറയല്ലത്, ആ സമ്മർദ്ദങ്ങളെയെല്ലാം, അതും പിണറായി വിജയനൊക്കെ ഉൾപ്പെടുന്ന ഒരു സമ്മർദ്ദ ഗ്രൂപ്പ് പ്രവർത്തിക്കുമ്പോൾ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് അദ്ദേഹം കൃത്യം ചെയ്തവരെങ്കിലും, ഗൂഢാലോചനയുടെ കാര്യം ഇവിടെ നിൽക്കട്ടെ, അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. എന്നു മാത്രമല്ല അദ്ദേഹം പറഞ്ഞു പരസ്യമായിട്ട്, പിണറായി വിജയൻ പറഞ്ഞു, എന്തൊക്കെയാണ് ഞങ്ങളുടെ നേതാക്കളെ ചെയ്യുന്നത്, എത്ര ക്രൂരമായിട്ടാണ് പീഡനം ചെയ്യുന്നത്, പീഡനം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജയിലുകൾക്കുള്ളിൽ എന്ന് പറഞ്ഞ് ജനങ്ങളുടെ മുമ്പിൽ അവരുടെ ആൾക്കാർ ഞങ്ങളുടെ പാർട്ടി ആൾ കുറവുള്ള പാർട്ടിയൊന്നുമല്ല എന്ന് ഭീഷണം ചെയ്ത്, ഞങ്ങൾ ആളുകളില്ലാത്ത പാർട്ടിയൊന്നും അല്ലാലോ എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞത്. ഞങ്ങളുടെ പാർട്ടി എന്ന് തിരുവനന്തപുരത്ത് പുത്തരിക്കണ്ടം മൈതാനത്ത് വന്ന് അദ്ദേഹം പ്രസംഗിച്ചത്, ഞങ്ങളുടെ പാർട്ടി ഇങ്ങനെ ആളുകളൊന്നുമില്ലാത്ത പാർട്ടി അല്ലാലോ എന്നാണ് കണ്ണൂർ ഭാഷയിൽ അദ്ദേഹം പറഞ്ഞത്. ആ പ്രസംഗം മാധ്യമങ്ങളിൽ കാണും. അദ്ദേഹം പറഞ്ഞത് മോഹനെയൊക്കെ വളരെ ക്രൂരമായിട്ട് 3ാം ഡിഗ്രി പണിഷ്മെൻ്റ് ഉണ്ടല്ലോ, 3ാം മുറ ഉരുട്ടലും അതുപോലെ തന്നെ ഗുഹഭാഗങ്ങളിലൊക്കെ പരിക്കേൽപ്പിച്ചുകൊണ്ടും ഒക്കെയുള്ള പ്രവർത്തനം കമ്മ്യൂണിസ്റ്റുകാർ കുറേ അനുഭവിച്ചിട്ടുള്ളതാണ്, അവർക്കറിയാം. അങ്ങനെയുള്ള പ്രവർത്തനങ്ങളിൽ പോലീസ് ഏർപ്പെടുന്നു. ഞങ്ങൾ ആളൊന്നുമില്ലാത്ത പാർട്ടി അല്ലാലോ ഇതൊക്കെ നേരിടാൻ വേണ്ടി ഞങ്ങൾക്ക് അതിന് കഴിവുണ്ടെന്ന് പറഞ്ഞാൽ ഒരു വലിയ ഭീഷണി തന്നെയാണ്. പോലീസ് സ്റ്റേഷനിൽ കയറി പ്രതികളെ മോചിപ്പിക്കും, അവർ ചെയ്യാറുണ്ടല്ലോ ഇപ്പോഴും ഭരണത്തിലിരിക്കുമ്പോൾ. അങ്ങനെയുള്ള ഭീഷണികളെ അതിജീവിച്ചുകൊണ്ടാണ് ഇവരെല്ലാം അറസ്റ്റ് ചെയ്ത്, പിന്നെ കൊടിസുനി ഉൾപ്പെടെയുള്ള ആൾക്കാർ ഒക്കെ പലതവണ പരോള് കിട്ടി, ജയിലിൽ കിടക്കുന്നതിലും കൂടുതൽ പരോളിലിറങ്ങി സുഖിച്ചു, അവിടെ ഫോണിൽ ലക്ഷറിയൊക്കെ കിട്ടി, മൊബൈൽ ഫോൺ കിട്ടി. അത് വേറെ കാര്യം, CPM വരുമ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർ ചെയ്തു, അതിൻ്റെ ശിക്ഷ ലഘൂകരിക്കുന്നതിൽ അവർ വിജയിച്ചിട്ടുണ്ടെന്നുള്ളത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഇതേവരെയൊക്കെ പിടിച്ച് ജയിലിടാൻ ആഭ്യന്തരമന്ത്രിയായിട്ട് ഉമ്മൻചാണ്ടിക്കല്ല കഴിഞ്ഞത്. ഉമ്മൻചാണ്ടി കുറേ കോംപ്രമൈസ് ചെയ്തു പോയി. കോംപ്രമൈസിങ് ആയിട്ടുള്ള സ്റ്റാൻഡ് അക്കാര്യത്തിലെടുത്ത സത്യസന്ധമായ നിലപാടെടുത്ത തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്, അദ്ദേഹം ഇട്ടിരിക്കുന്ന ഖദർ വസ്ത്രം പോലെ തന്നെ അഴിമതി രഹിതമായിട്ടുള്ള വ്യക്തിത്വം. ഒരു അഴിമതി കേസിലും നമ്മൾ കണ്ടിട്ടില്ല. കോട്ടയത്തുകാരനാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ഡിസ്ക്വാളിഫിക്കേഷനായിട്ട് എനിക്ക് ഹൈക്കമാൻഡ് കരുതിയിട്ടുണ്ടാവുക എന്ന് തോന്നുന്നത്, അദ്ദേഹത്തിന് 75 വയസ്സായി. ഈ വർഷം 75 വയസ്സായിട്ടുണ്ട്. ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ പ്രായപരിധി 75ആണല്ലോ. അതെ. അപ്പോൾ ആ പ്രായപരിധി മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രായം. നമുക്ക് സ്വയം കുറയ്ക്കാൻ പറ്റുന്നതല്ലല്ലോ, കള്ളുകൂടി പോലെ നിർത്താൻ പറ്റുന്നതല്ലല്ലോ.
പക്ഷേ എങ്കിലും ഇപ്പോൾ ചടുലനായിട്ടുള്ള ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹം. വളരെ ചടുലമായി ആഭ്യന്തര വകുപ്പ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സമ്മർദ്ദമുള്ള ഒരു സമയത്ത് വളരെ സ്തുത്യർഹമായിട്ട് ചെയ്തു. അതുപോലെ നമ്മുടെ കുഞ്ഞുഞ്ഞിനെ പോലെ, ഉമ്മൻചാണ്ടിയെ പോലെ ബാലജനസഖ്യത്തിൽ കൂടി വളർന്നു വന്ന ആളാണ്. ഇവർ രണ്ടുപേരും അതിൽ കൂടി കോട്ടയത്ത് വളർന്നു വന്ന ആൾക്കാരാണ്. ഇദ്ദേഹം അതുപോലെ തന്നെ KSUവിൻ്റെ സംസ്ഥാന സെക്രട്ടറി ആയിട്ട്, ജനറൽ സെക്രട്ടറി ആയിട്ട്, പിന്നെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അങ്ങനെ ഒരു പാരമ്പര്യമുള്ളൊരു നേതാവാണ്. പിന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിട്ടിരുന്നിട്ടുണ്ട്. അതുപോലെ അവിടെ ഇരുന്ന മേഖലകളിലെല്ലാം മാർ ബസേലിയസ് കോളേജിലാണ് പഠിച്ചിരുന്നത്. കോട്ടയത്ത് മനോരമയുടെ തൊട്ടപ്പുറത്തുള്ള കോളേജാണ് ഈ മാർ ബസേലിയസ് കോളേജ്. വലിയ ട്രഡീഷനുള്ള ഒരു കോളേജാണ്. അവിടെ പഠിച്ചിട്ടുള്ള ആളാണ്. പിന്നെ കേരള ലോ കോളേജിൽ നിന്ന്, ലോ അക്കാഡമി അല്ല, നാരായണൻ നായരുടെ ലോ കോളേജിൽ നിന്ന് തന്നെ ഡിഗ്രി എടുത്തിട്ടുള്ള ആളാണ് അദ്ദേഹം. തീർച്ചയായിട്ടും ഇതിന് യോഗ്യനായിട്ടുള്ള ഒരാളും തന്നെയാണ് അദ്ദേഹം. ചടുലമായിട്ടും ആത്മാർത്ഥമായിട്ടും KPCC പ്രസിഡൻ്റായിട്ട് വന്നാൽ ഒരു തെറ്റുമില്ല. ഏറ്റവും യോഗ്യനായി ഇപ്പം ജീവിച്ചിരിക്കുന്നവരിൽ ഏറ്റവും യോഗ്യനായിട്ടുള്ള CK ഗോവിന്ദൻ നായരുടെയൊക്കെ കസേര അലങ്കരിക്കാൻ, KK ആൻ്റണിയുടെ കസേര അലങ്കരിക്കാൻ പര്യാപ്തമായിട്ടുള്ള ഫോട്ടോ കണ്ടാണ് ആളുകൾ തിരിച്ചറിയുന്നവരാണ് എന്ന് പറയാൻ ഇദ്ദേഹമേ ഉള്ളൂ ഇപ്പോൾ ജീവിച്ചിരിക്കുന്നവരിൽ. അത് കോൺഗ്രസ്സിന് വലിയ ഒരു സാധ്യതയും ഈ UDFിലെ ഘടക കക്ഷികൾക്കുമൊക്കെ വളരെ സാധ്യതയും നേടുമായിരുന്നു. പക്ഷെ നായരാണെന്നുള്ളത് പ്രശ്നമുണ്ട്. അതിനെന്താ കുഴപ്പം? ഈ നായരാണെന്ന് പറഞ്ഞുകൊണ്ട് അല്ല, ഇതിപ്പോൾ കൊടുത്തത് എൻ്റെ ക്രൈസ്തവ വിഭാഗത്തിനാണ്. ക്രൈസ്തവ വിഭാഗത്തിന് കൊടുത്തതിൻ്റെ കാര്യം നമുക്കറിയാം. ക്രൈസ്തവ വിഭാഗത്തിൻ്റെ വോട്ട് BJPയിലേക്ക് പോയി എന്ന് ഇവർ തിരിച്ചറിയുന്നുണ്ട്. അത് തിരിച്ചു പിടിക്കാമെന്നുള്ള ഒരു കണക്കുകൂട്ടലാണ് ഇപ്പോൾ സണ്ണിയെ കൊണ്ടുവന്ന് ഇതിലിരുത്തിയിരിക്കുന്നത്. സണ്ണി ജോസഫൊന്നും ഈ സ്ഥാനം അലങ്കരിക്കാനുള്ള സമയമായിട്ടില്ല. അദ്ദേഹം കഴിവ് തെളിയിക്കണം. ഇങ്ങനെ കഴിവ് തെളിയിച്ചൊരു മന്ത്രിയായിട്ടിരുന്ന് കഴിവ് തെളിയിച്ചിട്ടൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് പക്ഷേ തീരെ അപക്വമായിട്ടുള്ളൊരു തീരുമാനമാണ് എടുത്തു വെച്ചിരിക്കുന്നത്. ഒരു തരത്തിലും പാർട്ടിക്കാർക്ക് അംഗീകരിക്കാൻ കഴിയും. അദ്ദേഹത്തെ വകവയ്ക്കുമോ എന്ന് തന്നെ സംശയമാണ്. പാർട്ടിയിൽ ഇനി ഗ്രൂപ്പിസമൊക്കെ ശക്തമായിട്ട് വീണ്ടും തിരിച്ചു വരും. ഒരു വിധത്തിൽ ഈ ഗ്രൂപ്പുകളെല്ലാം കൂടി ഒരുമിച്ച് നിർത്താൻ സുധാകരന് സാധിച്ചിട്ടുണ്ട്, അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട് ഒരു പരിധി വരെ, സമ്മതിക്കണമത്. പക്ഷേ ഇനിയിപ്പോൾ അത് കഴിയുമോ എന്നുള്ളത് സംശയമാണ്. നമുക്കിപ്പോൾ അതിൻ്റെ നേരത്തെ പറഞ്ഞ പോലെ ലിറ്റ്മസ് ടെസ്റ്റ് എന്ന് പറയുന്നത് കൂടിയാണ് നമ്മുടെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ്. അതിൻ്റെ റിസൾട്ട് നമുക്കറിയാം, നോക്കാം, നമുക്ക് കാത്തിരിക്കാം. ഈ ഗവൺമെൻറ്റിനെതിരെയുള്ള ആൻറ്റി ഇൻകുംബൻസി ഫാക്ടർ, ഭരണവിരുദ്ധ വികാരം മുതലെടുക്കാൻ കഴിഞ്ഞ് ഇപ്പോൾ ഇന്നത്തെ നിലയിൽ ഈ പഞ്ചായത്തുകളിലെ 4/3 ഭൂരിപക്ഷം നമുക്കുള്ള 900 പഞ്ചായത്തുകൾ ഇപ്പോൾ 1000ആയിട്ട് ഡിലിമിനേഷൻ കൂടിയാലും അതിലൊരു 800 പഞ്ചായത്തെങ്കിലും UDF പിടിച്ചില്ലെങ്കിൽ അത് UDFിൻ്റെ കുറ്റമാണ്, കോൺഗ്രസിൻ്റെ കുറ്റം തന്നെ. പക്ഷേ കേരളത്തിൽ BJP ഉണ്ടാക്കുന്ന ഒരു സ്പേസ് നമുക്കറിയാം. അത് കോൺഗ്രസിന് വലിയ ഭീഷണി ഉണ്ടാക്കും. അത് CPMനാണ് കൂടുതൽ ഭീഷണി ഉണ്ടാക്കുന്നത്. അല്ല, കോൺഗ്രസിനും നഷ്ടം സംഭവിക്കുമല്ലോ. കാരണം ഈഴവ വോട്ടുകളൊക്കെ മാറും, അത് CPMനും ഉണ്ടാകുന്നുണ്ട്. രണ്ടു കൂട്ടരും ഒരുമിച്ചാണ് അത് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അത് 50-50 എന്ന് നമുക്ക് വേണമെങ്കിൽ കരുതാം. എങ്കിൽ പോലും BJP ഇപ്പോൾ അത്ര പഞ്ചായത്തുകളിലൊന്നും വലിയ നേട്ടം കൊയ്യാനുള്ള സമയമായിട്ടില്ല. കൊയ്യും, നാളെ അവർ കൊയ്യിരിക്കും. ഈ അസംതൃപ്തിയാണല്ലോ. ആൻറ്റി ഇൻകംബൻസിക്ക് കോൺഗ്രസ് ഇങ്ങനായി കഴിയുമ്പോൾ BJPയിലേക്ക് ആൾക്കാർ പോകും. സുധാകരൻ തന്നെ ചിലപ്പോൾ BJPയിലേക്ക് പോകും. തെറ്റൊന്നും പറയാൻ പറ്റില്ല, അദ്ദേഹത്തെ തെറ്റ് പറയാൻ പറ്റില്ല. കാരണം തൻ്റെ ഇടമുള്ള സത്യസന്ധനായിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം. RSSനുമായിട്ട് അദ്ദേഹത്തിന് അല്ലാതെ തന്നെ ബന്ധങ്ങളുണ്ട് താനും. അപ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം പിണറായി വിജയനെ എതിർക്കാനായിട്ട് BJPയിലേക്ക് പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. തന്നെയല്ല, മലബാറിലെ തീയരെ സംബന്ധിച്ചിടത്തോളം തീയ സമുദായങ്ങളോട് ചെയ്ത് വലിയൊരു അനീതിയും ക്രൂരതയുമാണ് ഈ തീരുമാനം എന്നുള്ള കാര്യത്തിൽ സംശയം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.